CS വ്ലോഗ് 5080 മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കുറച്ച് നാളായി കുറെ വീഡിയോകളൊക്കെ ചെയ്തിട്ട്. നേരത്തെ നമ്മൾ മണി ചെയിൻ അല്ലെങ്കിൽ പിരമിഡ് പോലെയുള്ള സ്കീമുകൾ, കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്ന ഒരുപാട് സ്കീമുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മൾ MTF പോലെയുള്ള സ്കീമുകളെ പറ്റിയിട്ടൊക്കെയായിരുന്നു. അതിന്റെ ദോഷവശങ്ങളെല്ലാം ഞാൻ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ടും അതല്ലെങ്കിൽ മെസ്സേജൊക്കെ ആയിട്ട് കുറെ പേര് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ എനിക്ക് അതിൽ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റുകൾക്ക് ശേഷം ഞാൻ കുറെ കാലം വീഡിയോസ് ഒന്നും ചെയ്തിരുന്നില്ല. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് രീതിയിൽ നമ്മൾ നന്നായിട്ട് മുമ്പും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ ചില പുതിയ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 1-2 വർഷമായിട്ട് വന്നിട്ടുള്ള പുതിയ ആൾക്കാർക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഒരുപാട് പേര് പ്രോഫിറ്റുകൾ നേടിയിട്ടുള്ള ഒരു വർഷമാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ ഡയറക്റ്റ് അപ്പിലേക്ക് തന്നെയും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റുകൾ നേടിയിട്ടുള്ള ഒരു വർഷവും കൂടിയായിരുന്നു കഴിഞ്ഞ 2023 എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് കടന്നു വന്നിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹങ്ങൾ അല്ലെ, അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിലേക്ക് വന്നിരുന്നു. അപ്പൊ ഞാൻ പല സോഷ്യൽ മീഡിയകളിലെയും കമന്റുകളിൽ കൂടെയും അല്ലെങ്കിൽ അവരുടെ മെസ്സേജുകളിൽ കൂടെയൊക്കെ കുറെ കാര്യങ്ങൾ കണ്ടു. അപ്പൊ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല്, പലരും ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ജോലികളല്ല ലഭിക്കുന്നത്. അപ്പോൾ ഓരോ തരത്തിലുള്ള ജോലികളിലേക്ക് നമ്മൾ വ്യാപൃതരാകും. അപ്പോൾ അവിടെ ഒരുപാട് പ്രഷർ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തു വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ യാദൃശികമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നപ്പോൾ കഴിഞ്ഞ വർഷം താരതമ്യേന നല്ല പ്രോഫിറ്റുകളൊക്കെ തന്നെ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് പലർക്കും തോന്നുന്ന ഒരു കാര്യമാണ്, നമുക്ക് ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ച് സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ നോക്കിയാലോ എന്ന്. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഞാനീ പറയുന്ന കാര്യങ്ങൾ എൻ്റെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. നിങ്ങൾ എന്തൊരു കാര്യം തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള അനലൈസിങ്ങും അതേപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോടും കൂടിയൊക്കെ സംസാരിച്ചതിന് ശേഷം വേണം എന്ത് തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാറ്ററിലേക്ക് വരാം അല്ലെ. കഴിഞ്ഞ വർഷം നമ്മുടെ കൊറോണയ്ക്കൊക്കെ ശേഷം കഴിഞ്ഞ വർഷം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വളരെയധികം പ്രോഫിറ്റ് തന്നിട്ടുള്ള ഒരു വർഷമാണ്. ഇത് കുറച്ച് പ്രോഫിറ്റ് തന്നിട്ടുള്ള വർഷം. അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്കും ഒരുപാട് ലാഭങ്ങൾ കിട്ടി. ടോട്ടൽ 40%, ക്യാപിറ്റലിന്റെ 40%, 60% ഒക്കെ കിട്ടിയ ആൾക്കാരും ഒക്കെ അധികമാണ്. പലർക്കും ക്യാപിറ്റൽ ഇരട്ടിച്ച ആൾക്കാർ വരെ കഴിഞ്ഞ 2023 ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സംശയമാണ്, എന്തിനാണ് നമുക്ക് വർക്ക് പ്രഷറായിട്ടും ബാക്കിയുള്ളതൊക്കെ ആയിട്ട് നമുക്ക് പോകുന്നത്, ഫുൾ ടൈം ട്രേഡിംഗ് ആയിട്ട് നമുക്ക് ഇരുന്നാലോ എന്നുള്ളൊരു ചിന്ത. ആദ്യമേ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഫുൾ ടൈം ട്രേഡിംഗ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരുപാട് റിസ്കുകളുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. എന്താണ് റിസ്കുകൾ എന്നുള്ളതല്ലേ. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ബുൾ മാർക്കറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വളരെ ചെറിയ ചെറിയ നെഗറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും വലിയ ബുൾ മാർക്കറ്റാണ്. അതിൽ ഒരുവിധം എല്ലാവർക്കും പ്രോഫിറ്റുകൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് ട്രേഡിങ്ങിലേക്ക് തന്നെ മാറണോ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഡൗൺ ട്രെൻഡിലുള്ള മാർക്കറ്റ് ഉണ്ട്, ഒരു ബിയറിഷ് മാർക്കറ്റ് ഉണ്ട്. കാളകൾ, കരടികൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഒരുപാട്. അപ്പൊ കരടികൾ ഇറങ്ങുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്, അതായത് ചോരപ്പുഴ. ഈ ചോരപ്പുഴ എന്ന് പറയുന്നത് റെഡ് ക്യാൻഡിലുകളുടെ ഒരു കൂട്ടം. അതല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങിക്കുന്നു, അവിടുന്ന് വളരെ ലോസിലേക്ക് പോകുന്നു. ഇത് കാണുമ്പോൾ ലോസിലേക്ക് തന്നെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ലോസിലേക്ക് പോകുമ്പോൾ അത് എപ്പോൾ നമുക്ക് പച്ചയാക്കി മാറ്റാൻ പറ്റും. ഞാൻ വളരെ എന്താ പറയുക, സാധാരണ ലാംഗ്വേജ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതായത് നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഈ റെഡ് ആയിട്ട് പോകുന്ന കാണുമ്പോൾ നമ്മൾ പലരും പാനിക്കായിട്ട് സെല്ല് ചെയ്യും, നമ്മുടെ ക്യാപിറ്റൽ കുറയും, നമുക്ക് എടുക്കുന്ന ഇതുണ്ടാവും. ഇതിനൊക്കെ മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളും കൂടി അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സംഭവമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അവിടെ നിങ്ങൾക്ക് ഇതിനെ അതിജീവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ക്യാപിറ്റൽ കുറയാനോ ഉള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പൊ തോന്നും, ഇങ്ങനെ ഇരിക്കുന്ന, അതായത് നിങ്ങൾ നേരത്തെ വിചാരിച്ച പോലെ ബുൾ മാർക്കറ്റിൽ നമ്മൾ ഒരുപാട് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഫുൾ ടൈം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങാന്ന് വെച്ചാൽ നിങ്ങൾ ജോലി റിസൈൻ ചെയ്തിട്ട് നിങ്ങൾ ഇതിലേക്ക് വരുമ്പോഴായിരിക്കും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും?
അല്ലേ? നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഒക്കെ ആയിട്ട് ഇത് പല സ്റ്റോക്കുകളിൽ നിന്നും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. കാരണം വളരെ വൻ ലോസിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റുമോ? സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെ? അപ്പൊ ആ വെയിറ്റ് ചെയ്യുന്നത് എത്ര കാലം നീളുമെന്ന് നമുക്ക് പ്രവചനാതീതമാണ്. അതല്ലെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ മറികടക്കാമെന്ന് നമ്മൾ പഠിക്കണം. അതിനെ പറ്റിയുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും ഒരു ചെറിയൊരു കാര്യം പറയാം. അതായത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാനിതൊന്ന് ഓൺ ചെയ്യട്ടെ. ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അത് കാണിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കണ്ടോ, നമ്മുടെ നിഫ്റ്റിയുടെ അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ചാർട്ടാണത്. ഓക്കെ, കണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരൊറ്റ നമുക്ക് ബുൾ മാർക്കറ്റ് തന്നെയാണ് വരുന്നത്. അല്ലെ, ഒറ്റടിക്ക് നമുക്ക് ഇതിലിപ്പോ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഉണ്ട്. ഈ ക്യാൻഡിൽസ് ഗ്രീൻ ആൻഡ് റെഡ് എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കണം നമ്മുടെ ക്യാഷുകളാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നിഫ്റ്റി പോകുമ്പോൾ ഇത് കാണുമ്പോൾ വളരെ ചെറുതായിട്ടായിരിക്കും തോന്നണം, അല്ലെ? ഇത് കണ്ടിട്ട് ഇതിപ്പോ എന്താ. പക്ഷേ ഇവിടുന്ന് 1794.50 ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും ഒരൊറ്റയടിക്ക് അത് 932 വന്നു. ഓക്കെ, ഇവിടെ താഴ്ന്നു, അല്ലെ? അപ്പൊ ഈ നിഫ്റ്റി ഇങ്ങനെ ഈ ഇറക്കങ്ങൾ കണ്ടോ? ഇങ്ങനെയുള്ള ഈ ഇറക്കങ്ങളില്ലേ, ഇപ്പൊ ചെറുതും വലുതുമായിട്ടുള്ള ഈ ഇറക്കങ്ങളാണ് ബെയർ മാർക്കറ്റ് ആയിട്ട് വരിക. ഈ ബെയർ മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ ഇതിനെ അതിജീവിക്കും? അപ്പോ അതിനുള്ള ഒരു ഉത്തരം കിട്ടുമ്പോഴാണ് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ ജോലി കളഞ്ഞ് ഫുൾ ടൈം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അതിന് നമുക്ക് എന്തൊക്കെ ആവശ്യമാണ്? നമുക്കൊരു ക്യാപിറ്റലിന്റെ ബാക്കപ്പ് മണി ആവശ്യമാണ്. നമ്മുടെ മാനസികമായിട്ടുള്ള നില, ഭ്രാന്ത് എന്നൊന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ മനസ്സിന്റെ ഒരു സ്റ്റെബിലിറ്റി നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് എവിടെയൊക്കെ ലോസ് ബുക്ക് ചെയ്യണം. നമ്മൾ പ്രോഫിറ്റ് മാത്രം ബുക്ക് ചെയ്യാനല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ പഠിക്കേണ്ടത്, നമ്മൾ ലോസ് ബുക്ക് ചെയ്യാൻ പഠിക്കണം. അത് എവിടെയൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം. ഇത് ശരിക്കും വലിയൊരു കടലാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കണം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ചിലപ്പോൾ ഇതെല്ലാം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കാണുമ്പോൾ ഇവൻ എന്താ പറയുന്നത് എന്നൊക്കെ തോന്നുന്നുണ്ടാവുക. പക്ഷെ ഞാൻ ഇത് പറയുന്നത് നിങ്ങളും കൂടി മനസ്സിലാക്കണം. നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് യൂത്ത് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ട്. ഏറ്റവും നല്ല കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എല്ലാവരും വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ്. കാരണം ഈ മണി ചെയിൻ MLM പോലെയുള്ള ബിസിനസ്സുകളിൽ നിന്നും ഒക്കെ മാറി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ലൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. നമുക്ക് മുകളിൽ ബോസില്ല, ഒന്നുമില്ല. ഒരേ ഒരു അതായത് നമുക്ക് നമ്മുടെ അമ്പലവും പള്ളിയും എല്ലാം നമുക്ക് സെബിയാണ്. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഇങ്ങനെയുള്ള തട്ടിപ്പുകളിലേക്കൊക്കെ, അതായത് MTF, ബോറാബാൻഡ് അങ്ങനെ പോലെയുള്ള കോയിൻ തട്ടിപ്പുകൾ, അതേപോലെയുള്ള MLM അല്ലെങ്കിൽ മണി ചെയിൻ, നമ്മുടെ ഇപ്പോൾ ഹൈറിച്ച് പോലെയുള്ള തട്ടിപ്പുകളിലേക്കൊക്കെ പോകുന്നതിന് പകരം നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ പറ്റിയിട്ട് പഠിക്കണം. അതിന്റെ എല്ലാം പഠിച്ച് നമുക്ക് 100% നമുക്ക് ഉറപ്പ് വന്നിട്ട് എന്നുള്ളതിന് ശേഷം മാത്രമേ ജോലി വിടണോ വേണ്ടയോ എന്നുള്ള ചിന്തിക്കാവൂ. വേറൊരു അഭിപ്രായം കൂടി ഞാൻ പറയാം. ജോലി ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വെൽത്ത് കൂട്ടുന്നതിനെ പറ്റിയും ചിന്തിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതിനും നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റ് വഴിവെക്കും. അപ്പൊ എനിക്ക് ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. അതായത് പെട്ടെന്ന് വന്നിട്ട് ഒരു വർഷത്തെ 40% അല്ലെങ്കിൽ ഒരു 50% ലാഭം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ജോലി കളയാതിരിക്കുക. ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇനി കുറച്ച് നാൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോസുകളായിരിക്കും ഇടുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഇത് എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് അറിയാനുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകൾ രേഖപ്പെടുത്തണം. കൂടുതലും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല, കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകളായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ടായിരിക്കും വീഡിയോസുകൾ വരും. അപ്പോൾ നിങ്ങൾ അതിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളതിൽ രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും വണക്കം.